ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും എന്റെ വിനീതമായ അധ്യക്ഷാനന്ദമായ ഈ സന്നിധിയിൽ എനിക്ക് നിങ്ങളുമായി അല്പസമയം പങ്കിടുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം വാക്യമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അഥവാ ദൈവമഹത്വം സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിലൂടെ എന്നുള്ളതാണ്. എന്താണ് സഹോദരങ്ങളെ ദൈവമഹത്വവും സുവിശേഷവും? മനുഷ്യന്റെ സൃഷ്ടിയുടെ പിന്നിൽ ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ലക്ഷ്യം മനുഷ്യൻ ദൈവീകരണം പ്രാപിക്കുക എന്നതായിരുന്നു. വിശുദ്ധ വേദപുസ്തക പ്രകാരം മനുഷ്യൻ ദൈവീകരണത്തിലേക്ക് വളരുക എന്നതാണ് ദൈവമഹത്വം പ്രഘോഷിക്കുക എന്നതുകൊണ്ട്